വിശദമായ വാർത്തകളിലേക്കാണ്. GST നിരക്കുകളിലെ ഇളവുകൾക്ക് അംഗീകാരം. ഇനി മുതൽ 5%, 18% എന്നീ GST സ്ലാബുകൾ മാത്രം. 32 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസിന് ഇളവ് നൽകി. വസ്ത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ വസ്തുക്കൾക്കും വില കുറയും. അതേസമയം 350 cc മുകളിലുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് വില കൂടും. 1200 cc മുകളിലുള്ള കാറുകൾക്കും വില കൂടും. ലോട്ടറി 28% നിന്ന് 40% സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി നിലവിൽ വരും. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, GST നിരക്കുകളിലെ ഇളവുകൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം വില കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവരങ്ങൾ. തീർച്ചയായും ഈ അടുത്ത കാലത്തെ സാധാരണക്കാരെ സംബന്ധിച്ച്, മധ്യവർഗത്തെ സംബന്ധിച്ചൊക്കെ വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്നലെ GST കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. കാരണം വിലക്കയറ്റം അതിരൂക്ഷമായി തുടരുന്ന ഒരു കാലം കൂടിയാണ്. ആ കാലത്താണ് ഇപ്പോൾ ഈ GST കൂടി കുറയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നിത്യോപയോഗ സാധനങ്ങളുടെ, അതായത് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ വളരെ അനുകൂലമായി ബാധിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പല സാധനങ്ങളുടെയും വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. അത് പാല്, പനീർ, വെണ്ണ, ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ ഈ സംസ്കരിച്ച പാൽ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളുടെയൊക്കെ വില കുറയും എന്നുള്ളത് വളരെ സമാധാനമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, കഴിഞ്ഞ കുറേ നാളായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ ആരോഗ്യ, അതുപോലെ തന്നെ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസുകളുടെ നികുതി ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത്. അത് പൂർണ്ണമായും ഇപ്പോൾ ആ നികുതി ഒഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് GST കൗൺസിൽ എത്തിയിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയുന്നുണ്ട്. അതിൻ്റെ 12% നികുതി GST ആണ് ഈ ജീവൻ രക്ഷാ മരുന്നുകൾക്ക്, 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ചുമത്തിയിരുന്നത്. അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ജീവൻ രക്ഷാ മരുന്നുകളുടെയും അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും 5% നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12% ആയിരുന്നത് 5% കുറയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചെറു കാറുകൾക്കും 350 cc താഴെയുള്ള ബൈക്കുകൾക്കും വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതുപോലെ തന്നെ മുച്ചക്രങ്ങളുടെ വാഹനങ്ങളുടെ നിരക്കിലും കുറവുണ്ടായും. അതായത് ഈ വാഹനങ്ങളെ സംബന്ധിച്ച് നേരത്തെ 40% നികുതി, അത് 18% ഇപ്പോൾ താഴ്ത്തി എന്നുള്ളതാണ്. അതേസമയം ഈ ആഡംബര വാഹനങ്ങളുടെ നികുതി ഈ 50% നിന്ന് 40% മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, ഈ AC, അതുപോലെ തന്നെ ടെലിവിഷൻ എന്നിവയുടെ വിലയും കുറയുന്നുണ്ട്. 32 ഇഞ്ചിന് മുകളിലുള്ള ടെലിവിഷൻ്റെ ഒക്കെ നികുതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലോട്ടറിയെ സംബന്ധിച്ച്, കേരളം ലോട്ടറി വളരെ നമ്മുടെ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ലോട്ടറി എന്ന് പറയുന്നത്. ലോട്ടറി ഇപ്പോൾ 28% GSTയിൽ നിന്ന് 40% GST എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോട്ടറിയുടെ വില ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ സിമൻറ്റിൻ്റെ GST 28% നിന്ന് 18% കുറച്ചതോടെ സിമൻറ്റിനുള്ള വിലയും കുറയും. അതുപോലെ തന്നെ ഇത് നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് വളരെ ഒരു ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ വിലയും കുറയും. ഇതിൻ്റെയൊക്കെ GST 18% മാറ്റിയിട്ടുണ്ട്. അതായത് 3 സ്ലാബുകളാണ് നിലവിൽ GST കണക്ക് കൂട്ടിയിരുന്നത്. അത് 5, 12, 28 എന്നീ സ്ലാബുകളിലാണ് GST നേരത്തെ ഈടാക്കിയിരുന്നത്. ആ സ്ലാബുകളിലാണ് ഇപ്പോൾ 5, 12, 18 എന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അതായത് ഇനിയുള്ളത് 5%, അതുപോലെ തന്നെ 18% GST മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ ഈ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ പലതിനും 28% വരെയൊക്കെ വില ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് 18%-ലേക്ക് GST താഴ്ത്തിയതോടുകൂടി വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായത്.
നികുതി നിലവിൽ 99%, അതായത് 12% നികുതി ബാധകമാകുന്ന ഏതാണ്ട് 99% ഇനങ്ങൾക്കും 5% നികുതി താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിത്യോപയോഗ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, വിദ്യാഭ്യാസ ചെലവുകൾ എന്നിവയ്ക്ക് ഇതോടുകൂടി നികുതി 5% കുറയും. അതുപോലെ തന്നെ ചില വസ്തുക്കൾക്ക് നികുതി ഇല്ലാതെ തന്നെ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവൻ രക്ഷാ മരുന്നുകൾ, അതുപോലെ തന്നെ ആരോഗ്യ, ലൈഫ്, വ്യക്തിഗത ഇൻഷുറൻസുകൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പുകയില, സിഗരറ്റ്, എയറേറ്റഡ് പാനീയങ്ങൾ, അതായത് കോള പോലെയുള്ള കാര്യങ്ങൾ അവയ്ക്ക്, അതുപോലെ തന്നെ പാൻ മസാല എന്നിവയ്ക്ക് GST കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. 40% ഇവയ്ക്ക് ഈ നികുതിയായി ഈടാക്കുക എന്നുള്ളതാണ് ഉള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി ഉള്ളത്. അതുപോലെ തന്നെ കാറുകളെ സംബന്ധിച്ച് ചെറു കാറുകളുടെ വില കുറയും. 1200 cc വരെയുള്ള കാറുകളുടെ വില താഴെ കുറയുമെന്നുള്ളതാണ് മറ്റൊന്ന് ഉള്ളത്. അതുപോലെ തന്നെ അതിന് മുകളിലേക്കുള്ള വാഹനങ്ങളുടെ വിലയിൽ അതിലും GST നേരത്തെ 50% ആയിരുന്നത് 40%-ലേക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലോട്ടറി, ചൂതാട്ടം, ബെറ്റിംഗ്, കുതിരപ്പന്തയം, പുകയില, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ നികുതി 40%-ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഇടത്തരം കാറുകൾ, അതുപോലെ തന്നെ മുച്ചക്ര വാഹനങ്ങൾ എന്നിവയുടെ നികുതി 28% ആയിരുന്നത് 18%-ആയി കുറച്ചിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായ ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ ഇവയുടെ വിഭവങ്ങളെ അത് നികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 33 ജീവൻ രക്ഷാ മരുന്നുകളെ പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സിമൻറ്റ്, ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവയുടെ നികുതി 28-ൽ നിന്ന് 18%-ആക്കിയാണ് കുറച്ചിരിക്കുന്നത്. 1200 cc താഴെയുള്ള പെട്രോൾ കാറുകളുടെയും 1500 cc താഴെയുള്ള ഡീസൽ കാറുകളുടെയും നികുതി 28-ൽ നിന്ന് 18%-ആയി കുറച്ചു. ഇത് ഈ കാറുകളുടെ വിലയിൽ വലിയ രീതിയിലുള്ള കുറവ്, ചെറു കാറുകളാണ് ഈ ശ്രേണിയിൽ കൂടുതലായി വരിക. അപ്പോൾ ഈ കാറുകളുടെ വില നല്ല രീതിയിൽ കുറയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിനു മുകളിലുള്ള കാറുകൾക്ക് 40%-ആണ് നികുതി. നേരത്തെ 50%-ആയിരുന്നു, അത് 40%-ആയി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങളുടെ നികുതി 18%-ആക്കിയത് കുറച്ചിട്ടുണ്ട്. അത് 28%-ആണ് ചരക്ക് വാഹനങ്ങൾക്ക് GST ഈടാക്കിയിരുന്നത്, അത് 18%-ആയി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ വില കുറയും. ഓട്ടോമോട്ടീവ് സാധനങ്ങളുടെ, അതായത് ഈ സ്പെയർ പാർട്സുകൾ അടക്കമുള്ളവരുടെ വില കുറയും. അത്തരത്തിൽ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ GST കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ചില ഈ സർക്കാരുകൾ, ഈ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഇങ്ങനെ നികുതി കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ച് GST കൗൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അതിന് നഷ്ടപരിഹാരം അടക്കമുള്ള ബദൽ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സെപ്റ്റംബർ 22 മുതലാണ് GST കൗൺസിലിൻ്റെ ഈ തീരുമാനം നിലവിൽ വരിക. വളരെ ആശ്വാസകരമായ, സാധാരണക്കാരെ സംബന്ധിച്ച്, മധ്യവർഗത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, GST നിരക്കുകളിലെ ഇളവുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. 5%, 18% എന്നീ 2 GST സ്ലാബുകൾ മാത്രമാണ് ഇനിയുള്ളത്. 32 ജീവൻ രക്ഷാ മരുന്നുകൾക്കകം ഇനി നികുതിയില്ല എന്നടക്കമുള്ള ഇതിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.